നമസ്കാരം. കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിത്യപാരായണമായിട്ടുള്ള ശ്രീകൃഷ്ണ ചരിത മണിപ്രവാളം ഇന്ന് സമർപ്പണമാണ്. 10ാം ഏകാദശ സർഗവും ദ്വാദശ സർഗവും പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചു. ഓം തത്സത്. കളവീനുരവക്കളായ നീല കമലാചുംബനലംബലോലിരമ്യ അളിപോദൈവാരവിന്ദമധ്യേ രമതാമൈഹ്യതി ദേവകീ കിശോരാ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീകൃഷ്ണചരിതേ മണിപ്രവാളേ ഏകാദശ സർഗഃ. ഓം തത്സത്. ഓം തദനന്തരേ കാനന കേളി കൗതുകാൻ പദേ പദേ കൃഷ്ണകുമാരരൊക്കവേ മുദാ നടന്നുന്നത ശൈലസന്നിധോ തഥാ മഹാഭൂപതടം പ്രവേദിരേ. ഒരൊന്നിനെ കണ്ടിതു കുണ്ടിൽ വീണുടൻ കരയേറുവാൻ കൗശലഹീനമാകുലം കരേറ്റുവാനോ വശമല്ല ബാലക അനന്തരം കെട്ടെഴുന്നള്ളി മാധവൻ. സമുദ്ധരിച്ചാനദ ദേവകീസുതൻ സമക്ഷമേ സർവകുമാരസന്നിധൗ സതുതം തദാനീം മൃഗരാസവിഗ്രഹാ വെടിഞ്ഞു ശോഭിച്ചിതു രാജവിഗ്രഹം. വിളങ്ങുമാറമ്പൊടു കൊമ്പ് രണ്ടു മക്കുളമ്പു നാലും കനകേന ഞാൻ പശുക്കളെ പൂർവ അസംഖ്യമേകിനാൻ വിശുദ്ധ വിപ്രർക്കന അനേകതാ. പടുത്വമേവുന്നൊരു ഭൂസരനു ഞാൻ കൊടുത്ത പോവന്നിഹ വന്നുകൂടിനാൻ ഉടൻ ഗ്രഹിക്കാതതിനെ പിടിച്ചഹോ കൊടുത്തുപോയി പിന്നൊരു ഭൂസുരനു ഞാൻ. തദനന്തരീകൂടയൊരു ഭൂസുരൻ മദന്തികെ വന്നുര ചെയ്തു കോപവാൻ ഇതെന്തടോ ദത്ത പരിഗ്രഹാഗ്രഹം ഉത്കൃതം ത്വയാ നന്നിതു നന്നു ധുർമതേ. കനക്കവീലുക്തനതായ ഭൂപതേ നിനക്കുദാനത്തിനു ദീനമില്ലടോ പശുക്കളോ വല്ലതുമൊന്നു കൊണ്ടു നീ പലർക്കു നൽകി പരലോകമിഹ. അനന്തരം ഞാൻ ഉരജനിതു സാദരം ധനന്തരാം ധേനു സഹസ്രവും തരാം എനിക്കു ബന്ധം ഗ്രഹിക്കായിക കൊണ്ടിതം ജനിച്ചു ഹേ ഭൂസുര കൈതൊഴുന്നു ഞാൻ. ഇതെന്നു ലക്ഷം പകരം പശുക്കര ഇതിങ്ങു തന്നാലും എടോ മഹീസുര. ഇതെന്നു വേണ്ടി പകരം തരേണ്ട നീ ഇതെന്റെ ഗോപൻ അവനും മഹാചട്ടൻ. വിഷണ്ണനായി സ്ഥിതി ചെയ്തു തത്ര ഞാൻ വിഷം കണക്കെ കടുകോപി ഭൂസുരൻ ശപിച്ചു മൽഗോവിനെ മറ്റൊരുത്തനായി കൊടുത്തു നീയും കൃകലാസമായി വരും. ഒഴിഞ്ഞ പൊട്ട കിണറിനകത്തു നീ പതിച്ചു പോകുന്നരുൾ ചെയ്തു ഭൂസുരൻ ഗമിച്ചു ഞാനും പുനരോന്തുരൂപനായി പതിച്ചു കോപത്തിരിതിങ്ങനെ കഥ. മമാധുനാ ത്വൽക്കര പത്മസംഗമാൽ മമാഗ്രിരം പാദകമിന്ദിരാപദേ നമോസ്തുതേ ദേവദയാപയോനിധേ നമോസ്തുതേ നാഥ നമോ നമോസ്തുതേ. നമോസ്തുതേ ദേവദയാപയോനിധേ നമോസ്തുതേ നാഥ നമോ നമോസ്തുതേ. ഇതി സ്തുതിക്കും നൃപനോടു മാധവൻ സ്മിതാകൃമുജേക്ഷുവസ്തു ഭൂപതേ ഗമിക്ക നീ സാമ്പ്രതമാത്മമന്വിരേ സമൃദ്ധ സമ്പത്തു ഭവിക്കുമാശുതേ. യാദവ അശേഷ വിഷ്ണു അശേഷരോഗാധിപനേവ മോചിതം. ഇതിന്റെ ശാപത്തിന് കേട്ടു കേട്ടിതു ജഗത്തിലെ ബ്രാഹ്മണ രേഖ ദൈവതം
കർമ്മമൊന്നുമേ. മഹീതലേ ബ്രാഹ്മണ ഭക്തിയുള്ളവൻ മഹാനുഭാവൻ മനുജന്മമപ്രിയൻ മമ പ്രസാദത്തിനു വാഞ്ചയുള്ളവൻ മഹീസുരപ്രീത വരുത്തിയാൽ മതി. അവർക്കു നൽകുന്നതെനിക്കതി പ്രിയം ശിവാദിമൂർത്തിത്രയമായ തന്തണർ അവർക്കു ചെറ്റപ്രിയമാചരിച്ചവൻ ജവേന വീഴും നരകാന്തകവരേ. ഗുരുത്വമേറുന്ന മഹീശ്വരന്മാർ വരുന്ന നേരത്തെഴുന്നേറ്റു നിൽക്കുകയും വരിച്ചു പൂജിച്ചു വണങ്ങി വാഴുകയും അരിക്കുമീശന്നുമജന്നുമർച്ചനം. മുകുന്ദനിത്തം പരമാർത്ഥവാക്കുകൊണ്ട ഗുണ്ഡഭക്തി പ്രവണത്വമേകിനാൻ തഥാഗമിച്ചു ബലഭദ്രരാമനും മുതാനിതോ ഗോകുലവാടമേകദാ. വിളിച്ച നേരത്തോരാ ശമിപ്പിച്ചു സുഖിച്ചു നേടിയ. അനന്തരം പൗണ്ഡ്രക വാസുദേവനാലനന്ദകേലത്തലയച്ച ദൂതനും ഒരായിയെച്ചെന്ന് വണങ്ങി നിന്നുടൻ നിരാകുലം വാചകമേവ മൂച്ചിനാൻ. പരാക്രമി പൗണ്ഡ്രക വാസുദേവാനൊരർത്ഥമിത്തം പറവാനയച്ചുമാം ധരിക്ക നീ കേശവ വാസുദേവനും ഒരുത്തൻ നിന്നുള്ള സമർത്ഥനേഷ ഞാൻ. കലത്തിലുണ്ടിന്നിഹ ശംഖുചക്രവും കരുത്തുപോരുന്ന ഗതാസരോജവും ഉരുത്തലേ കൗസ്തുഭവാന്യമാലയും തരത്തിൽ വേണ്ടുന്നതശേഷമുണ്ടുമീ. അഹം ജഗന്നാഥനിധി ഭ്രമിച്ചു നീ അഹം ജഗന്നാഥനിധി ഭ്രമിച്ചു നീ അഹങ്കരിക്കേണ്ട ഗമിച്ചു കൊള്ളുക നീ. ഇതൊക്കെ വന്നി ഉരദൈവതിനുടൻ ഇതോപദേശം പറയുന്നു പൗണ്ഡ്രകൻ. വിസൃതം ദൂതന വീത സംശയം വിസൃത്വരക്രോധപരേണ മാധവൻ യദുപ്രവീരോദ്ബടസേനയാ സമം തഥാ ജവാൽ പൗണ്ഡ്രകവാ സമാപ്തവാൻ. കരദ്വയം ദാരുമയം ധരിച്ചു കൊണ്ടൊരു പ്രകാശം പണികൊണ്ടു കൗസ്തുഭം ഒരുത്തിയ പൂമകം മറ്റൊരുത്തിയ ദരിദ്രയാക്കി തിരുഭാഗമെങ്ങനെ. വിളുക്കനെ ശംഖുമിരുമ്പു ചക്രവും വിളങ്ങുമാ കൃത്രിമ കുണ്ടലങ്ങളും ഇതൊക്കവേ കണ്ടു സരോഷം അച്യുതൻ വധിപ്പതിന്നാശു സമീപമാപ്തവാൻ. മരക്കരം തന്നിലിരുമ്പു ചക്രവും ധരിച്ചടുപ്പീതിന പൗണ്ഡ്രകാതമം സുദർശനം കൊണ്ടു വധിച്ചു മാധവൻ തദീയ സൈന്യം ജനവിനഷ്ടമാക്കിനാൻ. തദീയമിത്രം കില കാശിഭൂവനെ തദാലയം പ്രാപ്യ ഹനിച്ചു തൽക്ഷണം ഉദാ നിജദ്വാരവതീനികേതനം തദാ സദാനന്ദമയൻ പപന്നവാൻ. തദന്തരേ കാശി നരേന്ദ്രനന്ദനൻ സുദക്ഷിണൻ താതവിനാശ ദുഃഖിതൻ ഗിരീശനെ ചെന്നു തപസ്സു ചെയ്തുടൻ കരാളയാം കൃത്യ ലഭിച്ചിതേകഥാ. സുദർശനം ചെന്നു ജവേന കൃത്യയെ ദയിച്ചു കായിച്ചു ഭൂതവൃന്ദവും സുധീസ്മിതം കാശിപുരം ചുട്ടിരിച്ചുദാരമിന്ദ്രാനുജപാർശ്വമാഗതം. ചിരേണ ഗോപി സഹിതൻ ഹലായുധൻ പുരേഗമ്യ രമിക്കുമന്തരെ പുരം പ്രപദേ നരകസ്യ ബന്ധുവാം വിരോധശാലി വിവിധപ്ലവംഗമൻ. സമുദ്രതോയത്തിലിറങ്ങി നിന്നുടൻ സമന്തതോ വാരി ചൊരിഞ്ഞു വാനരൻ പുരങ്ങളും നല്ല മരങ്ങളും തഥാ ഉഴക്കി വീടിച്ചു മുടിച്ചു ഭൂതലം. ഗൃഹങ്ങളിൽ പുക്കുരുഹസ്തരേ തഥാ വിളിച്ചു കൊന്നാശു കളിച്ചു തിന്നുടൻ മഹാഗ്രഹാരം വലകൊള്ളി വെച്ചുകൊണ്ടഹോ ഷടൻ ധാരവതി മുപേതവാൻ. നദാംഗിമാരോടൊരുമിച്ചു കാനനെ കൃതാർത്ഥ ചേതാ മധുപാനലീലയോ കളിച്ചു വാണു ബലഭദ്രനെന്നറിഞ്ഞൊളിച്ചു ചെന്നു വിവിധർ മഹാബലൻ.
പരീമുഖൻ തന്നെ വൻപു കൊണ്ടപ്പോ വിലാസിനി ഞാൻ വിലസത്വ സംഭ്രമം വിലോകനം ചെയ്തു വിവൃത്ത ഗോപനാം കലായുധൻ ഗീതവാൻ അടുത്തു വാഗീശ പശോ വിനാശമിന്നടുത്തു തേച്ചാബലകർമ്മ കാരണാൽ തടുത്തുകൊള്ളുന്നരുൾ ചെയ്തു തൽക്ഷണം കൊടുത്തു തന്മസ്തകീതാടനം തുടങ്ങി യുദ്ധം പലരും പ്ലവംഗവും നടുങ്ങി ഭൂമണ്ഡലമഗ്നിജാലവും അടിച്ചു മോടിച്ചു മിഴിച്ചു മൂഴി പിടിച്ചു വീഴിച്ചു മിഴച്ചു ഈ വിധം കലായുധൻ തന്റെ വെളുത്ത വിഗ്രഹം വലിയ മുഖാങ്കക്ഷതജന്തിരിക്കയാൽ ഉരൽപഭാതാർക്കമരീതിലിപ്തമാം സരളഖനം പോലെ വിളങ്ങി സങ്കരേ ഘനത്വമേറും മുസലേന നിഷ്ഠുരം ഹനിച്ചു സീരി കൊല ചെയ്തു വാനരം ജനിച്ച സംരംഭം അടക്കി മെല്ലവേ തനിച്ചു മോദേന രമിച്ചു മേവിനാ അതങ്ങു കേട്ടാഗതനം ഹലായുധൻ ഇതം പറഞ്ഞു നിരസിച്ചു ഗൗരവൻ കലർന്നു പോകും പദഹസ്തനപുരം ബലൻ ഫലം കൊണ്ടു കുലുക്കി മെല്ലവേ മറിച്ചു വേഗന സുരാപകാജലെ മറിപ്പതിനാശു തുടങ്ങുമന്തരെ വിറച്ചു ദുര്യോധന വൃന്ദമൊക്കവേ വിരഞ്ഞു തൽപാദയുഗേ വണങ്ങിനാർ നിജാത്മജാമാശു കൊടുത്തു കൗരവൻ പ്രസന്നനായമ്പൊടു രോഹിണീസുതൻ പ്രഗൃഹ്യ പുത്രം നിജഗേഹമാപ്തവാൻ കഥാവി സൂര്യഗ്രഹണീയതുത്തമൻ സദാരനായിട്ട് സമന്ത പഞ്ചകെ ഇരണ്യ തീർത്ഥച്ചരെ കുളിച്ചുടൻ ഇരണ്യദാനം ബഹുചേതിരാതരാൽ തദന്തരേ പാണ്ഡു തനൂജരൈവരും തദന്തികെ വന്നിതു യാജ്ഞസേനിയും ഹൃദന്തരേ കൗതുക ഭാര കൗരവ ലുദന്തമോരോ നുര ചെയ്തു മേവിനാർ മുകുന്ദനമ്പാടിയിലങ്ങു ചെന്നതാനകുണ്ട ഗോപി ജനകേളിലാളിതൻ ഭാരവതി തതോ ജരാസന്ധനാലതീവ ബന്ധിച്ചുഴലുന്നു ഭൂപരാൽ നിയുക്തനാം ദൂതനും ഏകവാസരേ വിമുക്തനാം നാരദനും സമായയൗ പറഞ്ഞു ദൂതൻ നൃപസംഗ സങ്കടം പറഞ്ഞു കുന്തി സുതവാഞ്ചിതം മുനി അറിഞ്ഞു രണ്ടും പരദേവകീസുതൻ പറഞ്ഞു രണ്ടും പദഹേയമല്ലിതു ഇതം ജരാസന്ധവധന്ന മൂക്കഹോ ഇതം പുധാനന്ദന രാജസൂയവും ഇതാശു രണ്ടും കരണീയമാകയാലൊതൊന്നിനാൽ മറ്റതു കൂടവേ വരും അതിന്നു ധർമാത്മജയാകരക്ഷണേ കൃതേ ജരാസന്ധവദഞ്ച സാധേ ഇതി ദ്രുതം നിശ്ചിത ചിത്തനച്യുതൻ യുധിഷ്ഠിരൻ തന്നുടെ മന്ദിരം യയൗ വിജേന്ദ്രവേഷേണ ജമിച്ചുമാകതന്നികേതനം യുദ്ധമിരന്നു മൂവരും ക്ഷണം ജരാസന്ധനും ആശുഭീമനും രണം തുടങ്ങി ഹൃദയാ ഭയങ്കരം ഉപേന്ദ്രലീല കപടോപഞ്ചിഷ്ടമാ ഉപാലയാഭേന സമീരണാത്മജൻ ജരാസന്ധനുടെ കളേവരം കക്ഷണേന കീരികത ജീവമാക്കിനാൻ കരാകൃതിയിലുഴലും നൃപസംഘമെല്ലാം പാരാതിബന്ധനമഴിച്ചു പറഞ്ഞയച്ചു കൽപുത്രനായ സഹദേവനു നൽകി രാജ്യം കെൽപ്പോടു പോന്നു പുരുഷോത്തമനാത്തമോദം രാജാധിരാജവരൻ അൻപൊടു രാജസൂയം രാജപ്രതാപ ഗുണമാശു തുടർന്ന നേരം രാജീവലോചനമനീക മഹാസഭായാ പൂജിച്ചു ധർമ്മരഥനാകെ ധർമ്മജന്മ ഭൂപാലജാലമിക നോക്കിയിരിക്കവേ താൻ ഗോപാലനോ സമുചിതം വിതിരഗ്രപൂജ യുദ്ധം ദുഷിച്ചു ശിശുപാലനടുത്ത നേരം യുദ്ധം തുടർന്നിതു ധനഞ്ജയനാഥകോപം
രാജരാജനതധർമ്മതനൂജൻ രാജസൂയമകമമ്പടു കൃത്വാ രാജമാനയ നിർമ്മിതമതാകും രാജമണ്ഡപമുപേത്യ വസിച്ചാൻ. കോമളാകൃതി ജഗൽപതി താനും ഭീമപാർത്ഥന കുലാദികളെല്ലാം യാജ്ഞസേനിയുമനേകമനേകം രാജ്ഞവൃന്ദവുമീയന്ന സഭായാം ജലസ്ഥലഭ്രാന്തി വരുന്നതിക്ക് ജലത്വമേറുന്ന സുയോധനൻ താൻ എളിഞ്ഞു വന്നാൻ അവനീശയോടെ ജലത്തിൽ വീണങ്ങുരുഷാഗമിച്ചാൻ. അക്കാലം ശാലഭൂവൻ ഉരരിവു ഭജനം ചെയ്തു സൗഭം വിമാനം ലബ്ധായുദ്ധായ ജന്നാൻ മധുരിവു നഗരേ പുരസൈന്യങ്ങളോടെ പ്രദ്യുമ്നന്മാനടുത്തമ്പൊടു പടനടുവിൽ കൊന്നു തന്മന്തുരാജം യുദ്ധം ശാലീന ചെയ്ത 20 ദിവസം സപ്തഭൂയോദിനാനി. കാലേസ്മിൻ നീലവാസസഹിതനഹിതമാതംഗസംഹാരസിംഹോ ലീലാഗോപാലരൂപീ മുരരിപുതരസാ വന്നു യുദ്ധം തുടങ്ങി. ഭീത്വാ സൗഭം വിമാനം ജലനിധിയിലെറിഞ്ഞാശു ചക്രേണ ചക്രീ മത്വാ സാലുഷദിശം തദനു തദനുഗം സൈന്യവും ജന്യഭൂമോ. ഋഷരുഷാക്രാന്തനാം ചന്ദ്രവക്ത്രൻ നന്ദജന്മ ത്രയാന്തേ അഭിനിജം കൃഷ്ണൻ പ്രവീരൻ പുനരവിജപതിമൂന്ന് വർഷാവസാനേ ദൂതോ ഭൂത്വാ കരുണാപുരി പുരുഷുതനോട് പ്രസംഗാൽ ജാതക്രോധം ധരിച്ചാനിരിപടലി നശ്വരം വിശ്വരൂപം കൃഷ്ണ കേശാംബരാകർഷണ വിഷമദശാബാന്ധവൻ സന്തുചായി. ഒരേ ഭാരത സങ്കരേ വിജയനാം വീരന്റെ തേരിൽ സദാ ചാരുത്വം കലരുന്ന സാരഥിപാം പദം കൈക്കൊണ്ടു ചക്രായുധൻ ഭീഷ്മദ്രോണ കൃപാദികൾക്കു നിതരാൻ മോക്ഷം കൊടുത്തിടിനാൻ ഭീമാരാജി വിനാശനേന ധരണി ഭാരം ചുരുക്കിയിടിനാൻ. യുദ്ധാരംഭേ പുറപ്പെട്ടിതു മുസലധരൻ തീർത്ഥസേവാർത്ഥമപ്പോൾ ഗത്വാ തന്നെ നിശാഖ്യം വനഋഷികളുടെ വന്ദനം ചെയ്തു ഭക്ത്യാ. കണ്ടപ്പോണമുദ്ധാരിനമതികരുഷ സൂതനെ കൊന്നുവേകാൽ ഉണ്ടായി ഗാത്രഭാവം പുനരഭിജതാത്മജം സൂതനാക്കി. നിത്യം വന്നു മകം മുടക്കിന മഹാ ദുഷ്ടാശയം നിശ്ചുതൻ ഹത്വാ പർവണി വത്സലാസുരഭവദം യാഗം പുനഃപാലയൻ. കാവേരീം ച സരസ്വതീം ച യമുനാം ഗംഗാം ച ഗോദാവരീം സേവിച്ചമ്പൊടു പുണ്യവാനത ഗുരു ക്ഷേത്രം നിജം പ്രാപ്തവാൻ. തൽക്കാലം ഭീമദുര്യോധനകരസമരം കണ്ടഹോ രണ്ടുപേർക്കും ചൊൽക്കീഴില്ലെന്നുറച്ചൻപൊടു സപതിയെയോ ദ്വാരകാം സ്ഥിരപാണി. യുദ്ധേ തസ്മിൻ സമാപ്തി ഗുരുതര പുരുഷദ്രോണപുത്രാസ്ത്രവഗ്നി പ്രധ്വംസത്തിനു ഭക്തപ്രിയനത ഭഗവാൻ ഉത്തരാഗർഭമാപൽ. ശുദ്ധബ്രഹ്മം പ്രവേശിച്ചിതു ആത്മതിമാനാശു ഗംഗാതനൂജൻ. സിദ്ധാന്തം അന്തസാധിച്ചിതു സകലമലം ധർമ്മവാൻ ധർമ്മജന്മാ. സാധിപ്പിച്ചു മുകുന്ദൻ പുനരവനുമുത തത്ര മൂന്നശ്വമേധം. സാധു ശ്രീദ്വാരകായാം പുരി പരമസുഖം മേവിനാൻ കേവലാത്മാ. സാധു ശ്രീദ്വാരകായാം പുരി പരമസുഖം മേവിനാൻ കേവലാത്മാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീകൃഷ്ണചരിതം മണിപ്രവാണം ഏകാദശ സ്കന്ധം സമാപ്തം. ദ്വാദശ സർഗം. ഓം തത്സത്. സുജേഷ്ഠിതം കൊണ്ടു ജഗൽ പ്രസിദ്ധൻ കുചേരൻ എന്നുള്ളൊരു ഭൂമിദേവൻ വസിത്വം ഉൾക്കൊണ്ടു മഹാദരിദ്രൻ വസിച്ചു ശാന്തി പരിവാസദേശേ. വിശപ്പുകൊണ്ടാശു തളർന്നുമേവും ശിശുക്കളെ കണ്ട് വിഷാദമോടെ വിശുദ്ധനാം ഭൂസുരനോടു ചൊന്നാളശങ്കിതം ഭൂസുരധർമ്മപത്നി. ദരിദ്രനെന്നാകിലും അത്രമാത്രം തരത്തിലില്ലാത്ത ജനം ചുരുക്കം ധരിക്കനീത നാഥ നമുക്കിതാനേ ഒരിക്കലഷ്ടിക്കും ഉപായമില്ല. മുഴക്കുചോർ കൊണ്ടൊരു വാസരാന്തം കഴിക്കും 5-6 ജനങ്ങളിപ്പോൾ കിഴക്കുതിക്കുമ്പോൾ ആത്മജന്മാർ മറ്റുള്ളതെപ്പോ പേരും എടുത്തു വിറ്റും കൊറ്റിനു നൽകുന്നു ഗൃഹസ്ഥരെല്ലാം. മുറ്റും ഭവാനുണ്ണികളെ പുലർത്താൻ ഒട്ടും മനസ്സില്ല മഹീസുരേന്ദ്ര. അപേക്ഷയുള്ളൊരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ. മനക്കുരുന്നിൽ കനിവുള്ള കൃഷ്ണൻ നിനക്കു പണ്ടേ സഖിയെന്നു കേൾപ്പൂ. വിവാഹമീരട്ടു സഹസ്രമെട്ടും വിധിക്കു ചേരുമ്പടി ചെയ്തവൻ പോൽ അവർക്കു വേണ്ടുന്ന വിഭൂതിയെല്ലാം അവൻ കൊടുക്കുന്നു നിരന്തരം പോൽ. ഗമിക്ക നീ ചെന്നിക കണ്ടുപോന്നാൽ നമുക്ക് വേണ്ടുന്നതു നൽകുമല്ലോ. രമയ്ക്കു ചേതോധരനായ കാന്തൻ ക്ഷമിക്കുമോ നമ്മുടെ ദീനഭാവം. തനിക്കു ശത്രുക്കള സംഖ്യമുണ്ടാവും മനക്കുരുന്നൽ ഭയമേറ്റമുണ്ടാവും. തനിക്കലംഭാവവുമില്ല പിന്നെ മനക്കറിയെ കൈരവമേറ്റമുണ്ടാവും. കഷ്ടിച്ചു കൃത്യം കഴിയുന്നവനും അഷ്ടിക്കുമുട്ടാതെ വസിപ്പവനും കെട്ടിധനം നേടിയിരിപ്പവനും പെട്ടെന്ന് തുല്യം കലുത്തി ദുഃഖം. എന്നാകിലും ഞാനത് ചെന്നുപോരാം, തന്നാകിലോ ഞാനത് കൊണ്ടുപോരാം. നന്നാത്മചന്തന്റെ മുഖാരവിന്ദം മന്ദസ്മിതാർത്ഥം കഥവ കൊണ്ടുപോരാം. കനിഞ്ഞു വിപ്രൻ പറയുന്തശായ തുനിഞ്ഞു വക്കൊറ്റു മുഷിഞ്ഞ വസ്ത്രം ഉഴക്കവിൽക്കട്ട വരിഞ്ഞു കെട്ടിക്കഴക്കു കുമ്പിട്ടു കൊടുത്തയച്ചാൾ. മുതാഗമിച്ചാശു കുചേല വിപ്രൻ മുകുന്ദഗേഹത്തിനകത്തു പുക്കാൻ വരുന്ന കണ്ടംബുജ നേത്രനപ്പോൾ കരം പിടിച്ചെങ്കരികത്തിരുത്തി. പൂജനാന്തേ അശേഷനാഥൻ വിജനോടനേകം വിശേഷമോടരു ചെയ്തു മോദാൽ. പുരാഗുരുണാം നികടേ നിവാസം ധരാസുരാധീശമറന്നിതോ നീ. മഹാവനെ നാം വിറകിന്നു പോയി തഹോ മഹാവൃഷ്ടി ചൊരിഞ്ഞ നേരം നനഞ്ഞ ശേഷം വഴിയും പിഴച്ചങ്ങനേക നേരം വലയും ദശായാം. തിരഞ്ഞെഴുന്നള്ളി മഹാമുനീന്ദ്രൻ വിരഞ്ഞു നമ്മെ പതികണ്ട നേരം അനുഗ്രഹിച്ചു വിവിധ പ്രകാരം. മനസ്സിലുണ്ടോ തവ ഭൂസുരേന്ദ്ര? മുഷിഞ്ഞ വസ്താൽ സുഖം പിടിച്ചങ്ങഴിച്ചു ഭക്ഷിച്ചതു വാസുദേവൻ. രണ്ടാമതും മുഷ്ടി പിടിച്ച നേരം കണ്ടാൽ മാതാശു കരം പിടിച്ചാൽ. അത്താഴമുണ്ടമ്പോൾ കൃഷ്ണനോടെ ചിത്താനുകൂലം സുഖമേ വസിച്ചാൻ. അന്യേ ദുരുദ്ധായ ച യാത്ര ചൊല്ലി ധന്യം ഗമിച്ചാനുടനെ കുചേലൻ. അന്നേരമില്ലത്തെ വിശേഷമൊന്നും എന്നോട് ചോദിച്ചതുമില്ല കൃഷ്ണൻ. ബന്ധം വരുത്താതെ പറഞ്ഞുകൊണ്ടാലും ഭഗവാനുമുള്ളിൽ
എന്നു ഞാൻ ഇങ്ങനെയങ്ങു ചെന്നാൽ അന്തർജനത്തോടരുൾ ചെയ്യുക വേണ്ടു. ഓർത്തിയില്ല ഞാൻ അക്കഥ കഷ്ടമെന്നെ പാർത്തിങ്ങിരിക്കുന്നു കുടുംബമെല്ലാം. ഇത്യാദി ചിന്തിച്ചു നടക്കുമപ്പോൾ അത്യുന്നതം ഗോപുരമങ്ങു കണ്ടാൻ. ഉത്തുംഗ സൗധം മണിപത്മരാഗം ഒത്തും വിളങ്ങും ഭവനങ്ങൾ കണ്ടാൻ. ഉദ്യാനവും ചത്തരമാപണാളിയോജിത സ്വർണ്ണഗ്രഹങ്ങൾ കണ്ടാൽ. അട്ടാല മുത്താല രത്നവാവി ഘട്ടങ്ങളും ഭംഗിയിലത്ര കണ്ടാൽ. മാർഗഭ്രമം കൊണ്ടിക വന്നിതോ ഞാൻ സ്വർഗത്തിനൊക്കും ഗൃഹമാരുടേവാൻ. എന്നല്ലഹോ നല്ലൊരു സുന്ദരാംഗി നന്നായ ലംഘ്യ വരുന്നു ദൂരാൽ. ഇന്ദ്രജാലം കണ്ടാജന്മാതിൻ കണവന്റെ ലീല മിണ്ടാജനോട് വിഭൂതിയെല്ലാം കണ്ടാലും ആശ്ചര്യമഹോ ചിത്തം പ്രസാദിച്ചു പുരം പ്രവേശിച്ച അത്യന്തമോദം നിജഭാര്യയോടെ തത്വാവബോധാതി സക്തിഹീനം നിത്യം രമിച്ചു ഭവനേ കുചേലൻ. പീതാംബരം ദേവകി തന്നെ ദേശ പാതാളമാസാദ്യ കുമാരശൽക്കം കംസേന പൂർവം നിഗതം മഹാത്മാ കൊണ്ടെന്നു കാട്ടി ശബദം നയിച്ചാൻ. മഹീപതിന്ദൻ ബഹുലാശ്വനെന്നും മഹേശ്വരേന്ദ്രൻ സുഖദേവനെന്നും ആ രണ്ടുപേർക്കും പദമുക്തി നൽകാൻ നാരായണൻ താൻ മിഥിലം പ്രഭേദേ. രണ്ടാഴ്ച മഞ്ഞമ്പൊടു വാസുദേവൻ രണ്ടേടവും ചെന്നത പൂജ വാങ്ങി. പാലാജ്യഭോജ്യാധികമേകഗേഹേ മൂലാംബുപത്രാധികമന്യഗേഹേ. സമന്തമാനന്ദമവർക്കുദേവൻ കാലമങ്ങിട്ട് കുമാരന്മാരത്തെ ക്ഷയിച്ചു കടദുഃഖമോടെ ആക്രന്ദനം ചെയ്തൊരു ഭൂസുരേന്ദ്രൻ ചക്രായുധം പ്രാപ്തി ശംസ സർവം. കർമാനുകൂലം ഫലമിന്നൊഴിപ്പാൻ നമ്മാല സാധ്യം ധരണി സുരേന്ദ്ര. ഇത്തന്തദാനീം അരുൾ ചെയ്തു കൃഷ്ണൻ ബുദ്ധിക്ഷയം പൂണ്ടു ഗമിച്ചു വിപ്രൻ. പാർത്തൻ തഥാ തൽപുരമാഗമിച്ചാൻ ആർത്തൻ മഹീദേവനുമത്ര വന്നു. പുത്രൻ മരിച്ചു നവമൻ മുരാരി പുത്രാഹമീ ദുഃഖമുപാഹരിപ്പു. നിനക്ക് നീ ഉണ്ണികൾ ഒന്നു രണ്ടങ്ങേക്കഹോ 9 പേർ മരിച്ചു. അനക്കമില്ലത്തരമുത്തൽ കേട്ടാൽ നിനക്കഹോ കൃഷ്ണമനക്കുരുന്നിൽ. ഒരുണ്ണിയെ കണ്ടു രമിച്ചുകൊള്ളുവാൻ ഒരീശ്വരാനുഗ്രഹമില്ലെനിക്കും. പുരത്തിൽ മേകുന്ന ജലത്തിൽ വെച്ചിട്ടൊരുത്തനെ കൂറു നിനക്കുമില്ല. മല്ലാക്ഷിമാരുണ്ടിഹ വേണ്ടുവോളം നല്ലൊരു സമ്പത്ത് നിനക്കുമുണ്ടോ. വല്ലാവതല്ലാത്തൊരു ചിന്ത ഇപ്പോൾ ഇല്ലെന്റെ ഗോവിന്ദ നിനക്ക് നൂനം. ദുർഭാഷണം കേട്ട് അതിരുഷ്ടനാകും കെൽപ്പേറുമപ്പാർത്തനുടൻ പറഞ്ഞാൽ വിപ്രേശ്വരാവോ ഒരു മജാരുവാക്യം ക്ഷിപ്രം തവ ക്ലേശമമാകരിഷ്യേ. ഗണാങ്കണീ കൗരവ സംഘമെല്ലാം ക്ഷണേന കൊന്നാശു മുടിച്ച വീരൻ അനന്തകീർത്തി പ്രസരാഭിരാമൻ ധനഞ്ജയൻ ഞാൻ ധരണീ സുരേന്ദ്ര. ഇതപ്പരം സംപ്രതിജാതനാകും ഉദന്റെ ജീവം പരിപാലയേഹം. അതില്ല എന്നാകിരിതം ശരീരം ഉദാസനെ ഭസ്മമതാക്കുവൻ ഞാൻ. ഇതി പ്രതിജ്ഞാ ശ്രവണേന വിപ്രൻ നിതാന്തമോദേന ഗൃഹം ഗമിച്ചാൻ. കുന്തിസുതൻ ചെന്നത ബാണകൂടം ബന്ധിച്ചു രക്ഷിച്ചു പുറത്തു നിന്നാൻ. വപുസ്സുപോലും കിട്ടിയില്ല കാണുവാൻ. പുറത്തു വന്നാശു മഹീശ്വരൻ താൻ കറുത്ത ഭാവേന ദുഷിച്ചു ചൊന്നാൻ. വിചിത്രമെന്നർജുന നിൻ ചരിത്രം
വിചാരമില്ലാത്ത മനുഷ്യമുഖ. ജഡത്വമോരോന്നു പറഞ്ഞു കേൾപ്പിച്ചിളക്കി നാനെന്നുടെ മാനസം നീ ജനിച്ച പുത്രന്റെ ശരീരമാത്രം എനിക്കു കിട്ടിയില്ല തവ പ്രഭാവാൽ. ഓം ശ്രീകൃഷ്ണായ നമ. ഫലിച്ചു നിന്നുദ്ധത വാക്യമെല്ലാം ജ്വലിച്ച തീയിൽ തരസാപതിക്കാം. ഇതീരിതം കേട്ടു ധനഞ്ജയൻ താൻ അതീവ ഗർവേണ തിരിച്ചു വേഗാൽ. പാതാളലോകെ പുരരീന്ദ്രലോകെ വേദാദിനാഥന്റെ പുരേ തിരഞ്ഞാൻ എങ്ങും ലഭിക്കാൻ ഉടനിങ്ങു പോന്നാൻ അകം ഗ്രഹിപ്പിപ്പതിനും തുടർന്നാൻ. കാണുന്ന തീയിൽ പത ചെന്നു ചാടാൻ ചീളം നടുക്കുന്നത് ശാന്തരാളെ മന്ദസ്മിതം പൂണ്ടത വാസുദേവൻ മന്ദേതരം വാർത്തകരം പിടിച്ചാൻ. അതിക്രമിച്ചാരത ചക്രവാളം പതുക്കവേ മാധവ പൗണ്ഡ്രകന്മാർ അതിൽ പരം സൂര്യതരങ്ങളില്ല അനതിസ്ഫുടം സൂര്യരു വന്നുകൂടി. ചക്രപ്രകാശേന മഹാന്ധകാരം നീക്കീടിനർക്ക സമാന ശോഭം നോക്കും വിധൗ കണ്ടിതു ദൂരെ ദൂരെ ചൊൽക്കൊണ്ട വൈകുണ്ഠ പദം മനോജ്ഞം. കുലാന്തഭാഗ്യേ തിരുവന്നടിക്കും പാലാഴി തന്നിൽ പരിതോ വിളങ്ങും ലീലാവിടോദ്യാന സുവർണശാല ചാലാളി കേളി നിലയങ്ങൾ കണ്ടാൻ. നാനാമണി ഭാസുരകേതുജാലേ ഇനം സുഖശ്രേണി കളിച്ചുമേവും പീനങ്ങളാം ഉന്നത സൗധ ശൃംഗസ്ഥാനങ്ങളും തത്വസുഖേന കണ്ടാർ. അനന്തരത്ന പ്രഭയാ വിചിത്രം അനന്തനാഗസ്യ ഫണാസമൂഹം അനന്തരം തത്ര മഹൽ സമൂഹം അനന്തരായം സന്താനഗോപൻ ഇല്ലാതെ ഇങ്ങനെ രസിച്ചു പറഞ്ഞു. കിരീടഹാരാൻ വന്യമാലാവിലോല പീതാംബരസുരന്മാർ ഭാസുരന്മാർ നിരക്കവേ മാധവ പാർഷദന്മാരിരിപ്പതും രത്നഗൃഹേഷു കണ്ടാർ. ക്രമേണ തുങ്കോരു ഭുജംഗതൽപലേ ക്രമേണ തുങ്കോരു ഭുജംഗതൽപേ ക്ഷമാലങ്കൃത പാർശ്വഭാഗേ അമേയനാനന്ദ ശരീരനാവും പൂമാനെയും സാദരമത്ര അനാരദം തുമ്പുരു നാരദാദി മുനീന്ദ്രവൃന്ദസ്തുതിവാദ്യഘോഷം മനോഹരം കേട്ടു വണങ്ങി മെല്ലെ സനാതനാഭ്യർന്നനു മണഞ്ഞു ചെന്നാർ. തഥാ മുകുന്ദന്റെ ഫണീന്ദ്രതൽപേ ഉദാ കളിച്ചും പുനരട്ടൊളിച്ചും ഇടൽ പ്രമോദേന രമാസമീപേ കളിച്ചുമേവുന്നു കുമാരകന്മാർ. അണഞ്ഞു ചെന്നു ഹരിപൽപുനന്മാർ വണങ്ങി നിന്നു ബഹുഭക്തിയോടെ മനാകനന്ദാസനായ ദേവൻ മനോഹരം സാദരമാകഭാഷേ. ഞാനെങ്കിലും ആഗ്രഹിച്ചേൻ ഉദാരമാം വിഗ്രഹമൊന്നു കാൺമാൻ. ബ്രഹ്മവദർശന വാഞ്ചയാ ഞാൻ വിപ്രാത്മജന്മാരെ ഹരിച്ചുകൂടം പ്രാഭവം കണ്ടു ഗമിച്ചു കൊണ്ടാനിധി ഇനി ഭവാൻമാർക്കതുമൽ പ്രകാശം. രാത്രിപരം തീർപ്പതിനെങ്കിലും കേൾ മാത്രാധിക പ്രാണിവധം നിമിത്തം ഉണ്ടായ പാപങ്ങൾ അശേഷമെന്ന് കണ്ടാലകന്നീടുമതും പ്രസിദ്ധം. ശിശുക്കളെ കൊണ്ട് ഗമിച്ചുകൊള്ളുവിൻ ശിവദ്വിജാശിശുക്ക് ലഭിച്ചുകൊള്ളുവിൻ. ഏവം തഥാനീ മരിച്ചെയ്തു ദേവൻ ഭൂദേവപുത്രാർപ്പണമാദനാൻ ആദദാന. കുമാര നിനക്കച്ഛനാരമ്മയാരെന്ന മന്ദപ്രമോദീന ചോദിച്ചു കൃഷ്ണൻ. മധുദ്ദേശിയെയും മഹാലക്ഷ്മിയെയും സദാ തൊട്ടു കാട്ടിയിടിനാനേക ബാലൻ. പരാംബോരുഹം നീട്ടി മെല്ലെന്നെടുപ്പാൻ ഒരുമ്പെട്ടു ചെന്നു തഥാ കംസവൈരി കരഞ്ഞോടി വേഗേന സർപ്പേന്ദ്രതൽപേ കരയേറിക്കിടന്നീടിനാൻ അന്യബാലൻ. വെളിച്ചത്തു നിന്ന
മനസ്സു മണ്ടിത്തിരിച്ചാൽ അത് പ്രേമസംകുലനല്ല വൈരി വെടിച്ചങ്ങെടുക്കാനെടുക്കുന്ന നേരം മുഴങ്കാല് കുത്തിത്തിരിച്ചാനൊരുണ്ണി വഴങ്ങാതെ നീന്തി ഗമിച്ചാനൊരുണ്ണി ഗമിപ്പാനൊരുണ്ണി കുമിച്ചങ്ങയെങ്ങെന്നറിഞ്ഞു നേരം ഭുജം കേന്ദ്രസായി കുറഞ്ഞോരുമായ വിമോഹം വരുത്തി പറഞ്ഞു ഗമിച്ചാലുമെന്നോടെ അന്നേരം സരസാ നടന്നു നടക്കാവുന്ന ബാലാകൃജൻ പിന്നാലെ തദനന്തരൻ രാധാവതൂരാനുജൻ മന്ദം പിച്ച നടന്നു വേഗനപരൻ മെല്ലെ പിടിച്ചെത്തിനാൻ അന്യൻ മുട്ടുകൾ കുത്തി മറ്റവനഹോ നീന്തി തിരിച്ചാൻ ദ്രുതം ദാരവിന്ദനികളെ ചുറ്റും ചുഴഞ്ഞിടിനാൻ ഏകാന്തേ ജനനീ ഗൃഹാദി സകലം ചിന്തിച്ചു കൗതൂഹലാൽ ഏവം തത്ര വരുന്ന വിപ്രസുതരെ ക്ഷിപ്രം കരേറ്റിയ ജലേ ഗോവിന്ദൻ പദപാത്രനും മധുരിപും തത്വാനടന്നേടിനാൻ സംപ്രാപ്യാധാരകായാം പുരിധരണി സുരേന്ദ്രന്റെ ദേഹം പ്രവേശി അമ്പോടാനന്ദാനുകുലവിജമഹാ ബ്രാഹ്മണ ബ്രാഹ്മണീഭ്യാം ദത്വാസോപുത്രാനപി മുദരിബുധാൻ പാണ്ഡുപുത്രേണ സാഗം ദത്വാശീർവാദഭേദാനപരിസുരകൃതാ ഉച്ചകീരുദ്ദീപേ തേജസ്സു മായുസ്സു മഹായശസ്സു ഓജസ്സും ഐശ്വര്യവും എന്നു വേണ്ട സർവം ഭവാന്മാർക്ക് അനുഭവിക്കുമെന്ന് മുർഗീസുരാധീശനനുഗ്രഹിച്ചു. എടുക്കുന്നു പുത്രൻ പലപൊഴുകാതൻ ജനനിയും തുളയ്ക്കുന്നു കണ്ണീരൊഴുകുമതി സന്തോഷസലിലം കൊടുക്കുന്നു പാലും കുളവും അവിലും മന്നം ചമധുരം നടക്കുന്നു ബന്ധുക്കളുടെ ഭവനെ ഭൂസുരവരൻ ദേവം സന്ധാനലാഭപ്രമുദിതമതിയാം സുരേന്ദ്രൻ വഴങ്ങി ദേവൻ ദേവായി വൈകി സമധിഗത സമസ്താക്ഷരാം പാർത്തനോടെ സാനന്ദം കാലവത്യാം അഭിമതീത ജാതലീലാനുകൂലം ദീനാതങ്കപഹാരി സുഗമവസതയം മുകുന്ദൻ ഭൂമി ഭാരം ശമിപ്പിച്ചഴകൊടു സകല ബ്രാഹ്മണാദി പ്രജാനാം ക്ഷേമം സമ്പാദ്യ സമ്പൽക്കര സരസമഹാ ധർമ്മസർമ്മൈകലോലൻ വാമാവൈദർഭിമാരോടനുദിനമരുമിച്ചാത്മഗേഹേരിമിച്ചു ആമോദാനന്ദധാമ മമ ദിശദുദശം മംഗളം ശാന്തപാണി വാമാവൈദർഭിമാരോടനുദിനമരുമിച്ചാത്മഗേഹേരിമിച്ചു ആമോദാനന്ദധാമ മമ ദിശദുബലം മംഗളം ശാന്തപാണി മംഗളം ശാന്തപാണി. ഇക്കാവ്യം കൃഷ്ണലീലാമൃതകഥന മഹാപാവനം ഭാവനീയം തൽക്കാരുണ്യം ലഭിക്കാനൊരു വഴിയൻ ഓർത്തുമത്യൻ ഗ്രഹിച്ചാൽ ഉൾക്കാമ്പിൽ ബോധമുണ്ടാമഹിരദുരിതവും നഷ്ടമാമിഷ്ടമാക്കും സകീർത്തി സ്ഫൂർത്തിയുണ്ടാം അവൻ അവങ്കലമാം മോക്ഷവും സംഭവിക്കും. ഇക്കാവ്യം കൃഷ്ണലീലാമൃതകഥന മഹാപാവനം ഭാവനീയം തൽക്കാരുണ്യം ലഭിക്കാനൊരു വഴിയൻ ഓർത്തുമത്യൻ ഗ്രഹിച്ചാൽ ഉൾക്കാമ്പിൽ ബോധമുണ്ടാമഹിരദുരിതവും നഷ്ടമാക്കും സകീർത്തി സ്ഫൂർത്തിയുണ്ടാം അവനിങ്കലമാം മോക്ഷവും സംഭവിക്കും. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് ശ്രീകൃഷ്ണചരിത മണിപ്രവാള കാവ്യം സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗണപതി ഭഗവാനും അബ്ജയോനി പ്രണയിനിയാകിയ ദേവി വാണിതാനും ഗുണനിധി ഗുരുനാഥനും സദാമേ തുണയരുളിയിടുക കാവ്യബന്ധനാർത്ഥം. തുണയരുളിയിടുക കാവ്യബന്ധനാർത്ഥം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ മധുരിഭുജരിതം മനോഭിരാമം
മധുരപഥാകലിതം മണിപ്രവാളം മതികമലവിലാസഹേതുഭൂതം കതിപയസർഗമിതം കരോമി കാവ്യം കതിപയസർഗമിതം കരോമി കാവ്യം. തങ്കേച്ചി എഴുതിയിട്ടില്ല? തങ്കേച്ചി ഇത് നമ്മുടെ ബുക്കിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സർവത്ര ഗോവിന്ദ നാമ കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പിന്നെ ഒന്നാം തീയതി മാസത്തിൽ 1-ാം തീയതിയാണ് അവിടെ നട തുറക്കുക ചാമുണ്ടിഘട്ടത്തിൽ. അപ്പോൾ എല്ലാ ദിവസവും മലയാള മാസം 1-ാം തീയതി പറ്റുമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ലളിതാ സഹസ്രനാമം അടുത്തല്ലേ. അപ്പോൾ നാളെ 1-ാം തീയതി ഒന്ന് പറ്റുന്നവർക്ക് പറ്റുന്ന പോലെ നാളെ രാവിലെ ഇവിടെ വരണ്ടേ? സപ്താഹം തുടങ്ങുന്നില്ല. സപ്താഹം എപ്പോഴും അടുത്തൊരു ലളിതാ സഹസ്രനാമം വരുമ്പോഴേക്കിൻ്റെ സമയത്ത് ചെല്ലിയപ്പോൾ ആ പറ്റുന്നവർ അവനവൻ്റെ മനസ്സിനും ഏതാ മുഖ്യം തോന്നുന്നു അത് മനസ്സിലാവും. അവനവന് തോന്നുന്ന പോലെ ചെയ്യും. അപ്പോൾ ഇന്നലെ ഇപ്പം നമ്മൾ അവിടെ വെച്ചു, എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പിന്നെയും പോയി വായിച്ചു കേട്ടോ. ശിവരാത്രി മഹാത്മ്യം മുഴുവനാക്കി. ആ പെണ്ണുങ്ങളുണ്ടായി തങ്കമണി ഞാനിവർ കൂടി തങ്കമണി പൂർത്തിയാക്കി. അമ്പലം എടുക്കുന്നവരെ വായിച്ചിട്ട് അതുമാതിരി പറ്റുന്നവർക്ക് പോയിട്ട് അവിടെ പോയിട്ട് കേട്ടല്ല നിന്ന് ചാമുണ്ടിക്കോട്ടത്ത് എല്ലാ മാസവും 1-ാം തീയതി ഓർമ്മിപ്പിക്കണേ. മാസം 1-ാം തീയതി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.